ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നവ്യക്ക് വിഷം കലർത്തി വെച്ച ആ പാല് ഇനി ദേവയാനി കുടിക്കുന്ന ആ കിടുക്കൻ രംഗമാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ നവ്യയുടെ വീട്ടിലൊക്കെ പോയി അഭിയുമായി ഒരു ചുറ്റിക്കറങ്ങലൊക്കെ ആയി വീട്ടിലോട്ട് തിരികെ വരികയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നയനയോട് നവ്യ വന്നിട്ട് പറയാണ്, ഞാൻ ഒരുപാട് സന്തോഷമതിയാണ്. എൻ്റെ അഭി ഇപ്പോൾ അഭിനയമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അഭിയെ വിശ്വസിക്കാനും കഴിയില്ല, എങ്കിലും കൂടി അവൻ എന്നെയും കൊണ്ട് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയില്ലേ, പുറത്തൊന്ന് കറങ്ങിയില്ലേ, അത്ര മതി, ആ സന്തോഷം എനിക്ക് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയണിട്ട്. അപ്പോൾ നയനത് കേൾക്കുമ്പോൾ നയനക്ക് ഒത്തിരി സന്തോഷമാവാണ്. മലക്ക് മാല ഇട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്ത് പറയുകയാണെങ്കിലും മലക്ക് മാല ഇട്ട് അഭിക്കൊരു മാറ്റം ഉണ്ടായില്ലേ, അത് മതി, എനിക്ക് ഹണിമൂണിനേക്കൊക്കെ വലുത് എൻ്റെ ചേച്ചിയുടെ സന്തോഷം കാണലാണ് എന്ന് നയന പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം രേവതിയും അനാമികയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. അവൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പാല് കൊടുക്കുന്നതിൽ അവൾക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പേരുദോഷം നവ്യക്ക് പാല് കൊടുത്തത് നയനയാണ് ഇത് ചെയ്തതെന്നുള്ള ആ ഒരു ദോഷവും വരും. അവർ തമ്മിൽ പഴയതുപോലെ തന്നെ കീരിയും പാമ്പും ആവും ചെയ്യും എന്ന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയണത് ശരിയാണ് അമ്മ, അങ്ങനെ തന്നെ ചെയ്യണം, എന്തായാലും ആർക്കും ഒരു പിടിക്കപ്പെടാതെ വേണം ചെയ്യാൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ ജലജ നിന്ന് കേൾക്കാൻ കേട്ടോ. ജലജ സന്തോഷവതിയാണ്. ഈശ്വര, എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യേണ്ട അത് ഇവർ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്, ഇതിന് എത്ര നാളായി നമ്മൾ കാത്തിരിക്കുന്നത്, ഈശ്വരൻ അത് നിറവേറ്റി തരാൻ പോവല്ലേ എന്നിങ്ങനെ അഭിയോട് ചെന്നിട്ട് പറയാണ് കേട്ടോ ജലജ. അങ്ങനെ ഈ സമയം അവർ വലിയ സന്തോഷത്തിലാവാണ്. എന്നാൽ ഈ സമയം നവ്യ റൂമിലിരിക്കുമ്പോൾ നവ്യക്ക് ഓറഞ്ചും ആപ്പിളും ഒക്കെ ആയി ചെന്ന് കൊണ്ടു കൊടുക്കണം. അഭി നീ കഴിക്കണം, ഇത്രയും നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയില്ല, എൻ്റെ മനസ്സിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എവിടെ മാല ചൂട്ടിയിട്ടും കാര്യമില്ലല്ലോ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കാതെയും കണ്ട് കുറേ മാല ഇട്ടിട്ട് എന്താ. അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയുന്നുണ്ട്, നിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും കൂടി ഞാൻ സന്തോഷവതിയാണ് എന്നൊക്കെ നവ്യ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി, ആടി നീ സന്തോഷിക്കടി, ഇന്നത്തെ രാത്രിക്കുള്ളിൽ നിൻ്റെ സന്തോഷം കാണാടി, എന്തായാലും ഞാൻ നല്ലൊരു ഭർത്താവായി എന്നൊരു തോന്നൽ നിന്നിൽ വന്നാൽ മതി, അത്ര മതി എന്ന് പറയാം കേട്ടോ. ഇതേ സമയം മുത്തശ്ശിയും തമ്മിൽ അടക്കം പറച്ചിൽ തുടങ്ങിയിരിക്കുന്നു. അഭിയെ വിശ്വസിക്കാൻ പറ്റില്ല. അഭിയും അഭിയുടെ അമ്മയും ഒരേ സ്വഭാവമാണ്. രണ്ടു പേർക്ക് എന്തെങ്കിലും കാര്യം നടക്കാനുള്ള സ്നേഹമായിരിക്കും. എന്തായാലും നമ്മുടെ ഒരു കണ്ണുകൾ അവരിൽ വേണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ശരി, അത് വേണ്ടത് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനി നയനയോട് വഴക്കിടുമെങ്കിലും കൂടി അധികം അങ്ങ് ഒച്ചയുയർത്തി പഴയതുപോലെ സംസാരിക്കാൻ കഴിയില്ല. ദേവയാനി റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. റൂമിൽ ചെന്നിട്ട് തനിക്ക് ദേഹം മൊത്തം കുഴയുന്നത് പോലെ വലിയൊരു അസ്വസ്ഥത തന്നെ ദേവയാനിക്ക് തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി വളരെ ക്ഷീണത്തോട് കൂടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. തല ഇങ്ങനെ പൊത്തി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ സമയം നയനയാണെങ്കിലോ നവ്യക്ക് കൊടുക്കാനുള്ള പാലിങ്ങനെ തിളപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അത് അമ്മ, അവൾ പാല് തിളപ്പിക്കുന്നു, എന്തായാലും അത് അവൾ ചൂടാറാൻ വേണ്ടി അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുമല്ലോ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പണിയൊപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രേവതി പറയണം, ഇന്നത്തോടു കൂടി അവളെ അടിമുടി നമുക്ക് അങ്ങ് ഇല്ലാതാക്കണം, അവളെ കിടന്ന് പൊളക്കണം, അവൾ കിടന്ന് കാട്ടിയത് എന്താ നമ്മളോട്, എൻ്റെ മോളുടെ നേർക്ക് കൈപ്പൊക്കിയതിന് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയാണ്, തീർച്ചയായും അവളുടെ കുഞ്ഞ് ഇന്നത്തോടു കൂടി അങ്ങ് പോകണം, പിന്നീട് അവൾ ഇവിടെ കിടന്ന് മോങ്ങുന്നത് കാണാനുണ്ടല്ലോ, ആ സമയം നമുക്ക് അവൾക്ക് ഇട്ട് കൊടുക്കാം, എന്നെ കളിയാക്കി സംസാരിച്ചതിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവരിത് ഈ പറയുന്നതൊക്കെ ഇങ്ങനെ ജലജ പിറകെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നയന അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സമയം കൊണ്ട് അനാമികയും അനാമികയുടെ അമ്മയും കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ പാലിൽ ഈ പൊടി കലക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം ജലജ എന്ത് ചെയ്യും, ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ, ഇവരെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും വേണം, അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു തെളിവുള്ളത് നല്ലതാണെന്ന് കരുതിയിട്ട് ജലജ ആ വീഡിയോ അതിലിങ്ങനെ പിടിക്കാൻ കേട്ടോ, മൊബൈലിൽ വീഡിയോ ഇങ്ങനെ പിടിക്കാൻ, ഇവർ ഈ പാലിൽ ഈ പൊടി ചേർക്കുന്നത് കേട്ടോ, ഇതെൻ്റെ കയ്യിൽ എന്നേക്കുമായ ഒരു തെളിവ് നല്ലതാണ്, കാരണം കാര്യം എൻ്റെ മകനെ ഇവിടെ നിന്ന് അവളെ അടിച്ച് പുറത്താക്കണം, അതെൻ്റെ ആവശ്യം തന്നെയാണ്, പക്ഷേ നാളെയൊക്കെ എൻ്റെ മകനും എനിക്കും എതിരെ ഇത് തിരിയുമെന്ന് പറയാൻ കഴിയില്ല, കാരണം എന്ത് ചെയ്താലും എൻ്റെ മകനാണല്ലോ കുറ്റം, അതിനൊരു സേഫായി ഈ വീഡിയോ നല്ലതാണെന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ പിടിക്കുന്നതും ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട്, ചെയ്യട്ടെ, നല്ലൊരു പ്രവൃത്തി തന്നെ ചെയ്യുന്നത്, പക്ഷേ ഞാനിത് അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്ത് വിടില്ല, എൻ്റെ നേർക്ക് തിരിയുകയാണെങ്കിൽ മാത്രം ഞാൻ അത് പുറത്ത് വിടുള്ളൂ, ഇവൾമാരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവർ എന്നെയും കൂടി കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്ന് പറയാനും പറ്റില്ല എന്നൊക്കെ കരുതി ജലജ അടിപൊളിയായി വീഡിയോ എടുക്കുകയാണ് കേട്ടോ.
എന്നാൽ ഈ സമയം ജയൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ദേവയാനി ആകെ ചുരുണ്ടുകൂടി കിടക്കുന്നതായിരിക്കട്ടെ കാണുക. ഇത് കാണുന്ന ഇങ്ങനെ ജയന് വളരെ സങ്കടമാണ്. എന്താണ് ദേവയാനി നിനക്ക് പറ്റിയത്? ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ, നിനക്ക് വളരെ പ്രശ്നമുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുമ്പോൾ ഇല്ല ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വളരെ ക്ഷീണം തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നീ ഇന്നൊന്നും കഴിച്ചില്ല, പേരിന് കഴിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ ആ സമയം പുറത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ നവ്യ അവിടെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നയനയാണെങ്കിലോ അവിടെ ഇങ്ങനെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയം കേട്ടോ. അപ്പോൾ നയനയെ കണ്ടോടെ തന്നെ അവിടെ ചോദിക്കണം, മോളെ ഇന്ന് അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ തന്നെ അമ്മ ഞാൻ കൊടുത്താൽ ഒന്നും കഴിക്കില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ജയന് വളരെ സങ്കടമാവാണ്. അപ്പോൾ ദേവയാനിയോട് പറയാണ്, ഇനി ഇങ്ങനെ വാശി വേണ്ട, എന്തിനാണ് നിനക്ക് ഇത്ര വാശി? നയനമോൾ ഉണ്ടാക്കുന്നത് അവൾ തരുന്നത് എന്താ കഴിച്ചാൽ, അവളുടെ കൈ കൊണ്ടൊന്നും ഞാനൊരു സാധനം തൊടില്ല എന്ന് പറയണ്ട. അപ്പോൾ ദേവയാനിയുടെ ആ വാശിക്കും യാതൊരു കുറവുമില്ല. എന്നാൽ അനാമികളുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്നൊക്കെ ദേവയാനിക്ക് ആഗ്രഹമുണ്ട്. എത്രയെന്ന് കരുതിയാ ചോദിച്ചു വാങ്ങുന്നതെന്ന് കരുതി ദേവയാനി തൻ്റെ അസുഖം കൊണ്ട് തന്നെ അവിടെ മൂടി വെക്കാനേട്ടാ. ഇതേ സമയം ജയൻ പറയും, നീ ഇങ്ങനെ കഴിക്കാതിരുന്നാൽ ശരിയാവില്ല, എനിക്കിന്ന് വേണ്ട ദേവേട്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ജയേട്ടാ വേണ്ടാഞ്ഞിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ജയൻ പറയണം, എന്നാൽ ശരി ഞാൻ ഇന്നേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തു കൊണ്ടുവരാം, അത് ഞാൻ നയനോട് പറയട്ടെ എന്ന് പറയട്ടോ. ഇത് കേട്ടോടെ തന്നെ എനിക്ക് അവൾ ഉണ്ടാക്കുന്ന പാലൊന്നും എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. ശരി എന്നാൽ ഞാൻ തന്നെ നിനക്കൊരു ഗ്ലാസ് പാല് തിളപ്പിച്ച് കൊണ്ടുവരാം, ഇങ്ങനെ ക്ഷീണിതയായി കിടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അപ്പം ഞാൻ തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം അനാമികയും അനാമികയുടെ അമ്മയും അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടാവും. അങ്ങനെ അവർ റൂമിലിരുന്ന് കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കണം. എന്തായാലും അവളിപ്പോൾ ആ പാലുമായി അവിടെ നിന്ന് പോകുന്നത് കാണാം. അത് കാണുമ്പോഴുള്ള ആ സന്തോഷമുണ്ടല്ലോ, അതോടുകൂടി നവ്യയുടെ കഥ അങ്ങ് തീരും. ഇത്ര മതി എനിക്ക്, അത് കിട്ടിയാൽ മതി, അവൾ ഇവിടെ കിടന്ന് നെട്ടോട്ടം ഓടുന്നത് അമ്മ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിക്കുമ്പോൾ അബിയോട് ചെന്നിട്ട് പറയണം, എന്തായാലും പാലിൽ അവർ പൊടി കലക്കിയിട്ടുണ്ട്, നീ അവളെ സ്നേഹിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തണ്ട, അവൾ ആ സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോട്ടെ, നീയാണെന്ന് അവൾക്ക് ഒരിക്കലും തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അബി അതിനിടയ്ക്ക് പറയുന്നുണ്ട്, അമ്മേ ഇതിനിടയ്ക്ക് മുത്തശ്ശൻ ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു, ഞാനും അമ്മയും കുബുദ്ധിക്കാരാണെന്നും വക്രബുദ്ധിയാണെന്നും ഒരു കാര്യം നടക്കുന്നതാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ജയനാണെങ്കിലും അടുക്കളയിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ കാണാൻ പാലെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ കാണാൻ അടുപ്പിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് കാണുന്ന ജയന് സന്തോഷമാവാണ്. ജയൻ നയനമോൾ തിളപ്പിച്ച് വെച്ചതായിരിക്കും, ഒരു പക്ഷേ ദേവയാനിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും, അവൾ ഇനിയിപ്പോൾ പേടിച്ചിട്ടായിരിക്കും കൊണ്ടുവരാതിരിക്കുന്നത്, എന്തായാലും ഞാൻ കൊണ്ടുകൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് ആ പാലെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ പാലെടുത്തിട്ട് ഇങ്ങനെ ദേവയാനിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കേണ്ടത്, ഞാൻ തിളപ്പിച്ചതാണ്, ഇനി കുടിക്കുക, നിൻ്റെ ക്ഷീണം മാറട്ടെ, ഇനി ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ദേവയാനിക്ക് ഈ പാല് ഒരു ഗ്ലാസ് കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. എന്നാൽ ഈ സമയം നയന അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ആ പാൽ അവിടെ കാണാനില്ല. അപ്പോൾ ഉടൻ തന്നെ ഒരു പാക്കറ്റ് പാല് പുറത്ത് വെച്ചിരിക്കുന്നതും കാണാൻ. അപ്പോൾ ഉടൻ തന്നെ നയന അതാരെങ്കിലും എടുത്തിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ആ അനാമിക ആയിരിക്കും, അവൾക്കൊക്കെ അല്ലേ മടി, അവൾമാർക്കൊക്കെ അല്ലേ പണി ചെയ്യാൻ മടി. എന്തായാലും ഇപ്പോൾ ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ പോയാലും എൻ്റെ തലയിൽ തന്നെയാണ് വീഴുക, മുള്ളിൻ്റെ അവസ്ഥയും ഇലയുടെ അവസ്ഥയൊക്കെയാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഈ പാലെടുത്ത് തിളപ്പിച്ച് ചേച്ചിക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാല് തിളപ്പിച്ചിട്ട് ഒരു നേരിയ ചൂടാറിയതിന് ശേഷം അപ്പോൾ തന്നെ നയന നല്ലോണം ചൂടാറ്റിയതിന് ശേഷം നവ്യക്ക് ഈ പാലുമായി കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങനെ കാണാനിട്ടാ ഇവര്. അമ്മ അവളത് കൊണ്ടു കൊടുക്കുന്നു, ഇന്നത്തോടു കൂടി അവളുടെ കഥ കഴിഞ്ഞു. അത് ഇപ്പുറത്ത് ജലജയിൽ നിന്ന് കാണുന്നു. ഉടൻ തന്നെ തൻ്റെ മകൻ ഹബിയോട് പറയണേ, ഹെടാ അവൾമാര് കലക്കി വെച്ച് ആ പാലതാ നവ്യക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നു, എന്തായാലും ആ പാല് നീ അങ്ങ് കൊണ്ടു കൊടുക്കുമ്പോൾ അതങ്ങ് കുടിച്ചു തീരുമ്പോഴേക്കും നീ അവളുടെ റൂമിലോട്ട് എത്തണം കേട്ടോ, ആ നയനയും കൂടി ഉള്ളപ്പോൾ നീ ചെയ്തോ. എന്നാൽ അവർക്കിടയിൽ ഒരു സംശയം തോന്നില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ നയന നവ്യയുടെ റൂമിൽ ചെല്ലാണ്. ചേച്ചി ഈ പാല് കുടിക്കേ, എനിക്ക് വേണ്ട മോളെ, അബി ഇന്ന് കൊണ്ടമാനം ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിച്ചതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, കുടിച്ചേ പറ്റുള്ളൂ, ഈ ഒരു ഗ്ലാസ് പാല് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചേച്ചിയുടെ കൈകളിൽ ഈ പാലങ്ങ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേച്ചി ഇത് കുടിക്കുന്നത് കണ്ടിട്ടാണ് അബി വരുന്നത്. അപ്പോൾ അബി പറയാണ്, ശരിയാണ് അത് കുടിക്കണം, നീ കുടിക്കുക, നിൻ്റെ ആരോഗ്യം ഇനിയൊക്കെ ക്ലിയർ ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്, നല്ലൊരു കുഞ്ഞിനെ ഈ അനന്തപുരിക്ക് കിട്ടണമല്ലോ, അനന്തപുരിയിലെ കുഞ്ഞിനെ കാത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനി ആ പാല് കുടിച്ച് ദേവയാനിക്ക് വയറിന്
നവ്യേന് വേദന തുടങ്ങി കേട്ടോ. ദേവയാനി കിടന്ന് കരച്ചിൽ തുടങ്ങി. ഈ നവ്യയുടെ റൂമിൽ നിന്ന് കേൾക്കേണ്ട കരച്ചിൽ ദേവയാനിയുടെ റൂമിലാവാണ്. അങ്ങനെ ദേവയാനി കിടന്ന് പിടയാണ്. ഈശ്വര എനിക്ക് വെയ്യല്ലോ, എനിക്ക് തീരെ വെയ്യ ജയേട്ടാ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ആദർശിനെ കാണണം, ആദർശിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അലയടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിക്കാണ് ആ പാല് കുടിക്കുന്നത്, ദേവയാനിയാണ് ആ വിഷം കഴിക്കുന്നത്. ഇതോടുകൂടി ഇനി കാര്യങ്ങളാകെ തകിടമറിയുന്ന ആ കിടുക്കൻ സീനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.